ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്ന് ഞങ്ങൾക്ക് പാരൻസ് മീറ്റിംഗ് ആണ്, സ്കൂളിൽ പാരൻറ്റ് ടീച്ചർ മീറ്റിംഗ് ആണ്. അപ്പോൾ ഞങ്ങൾ അതിനായിട്ട് പോകണം. അതുമാത്രമല്ല, മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇന്ന് ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ട്. ടീച്ചേഴ്സിനുള്ള ക്രിസ്മസ് സെലിബ്രേഷൻ. കുട്ടികൾക്കുള്ളത് ഇന്നലെ തീർന്നു. അപ്പോൾ ഇന്ന് ടീച്ചേഴ്സിൻ്റെ ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങിച്ച ഗിഫ്റ്റൊക്കെ ആയിട്ട് നമ്മൾ പോകട്ടോ. ഗിഫ്റ്റിൻ്റെയൊക്കെ നമ്മൾ ഗിഫ്റ്റ് വാങ്ങിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തേക്കുന്നത്. രണ്ടെണ്ണം, ഒരെണ്ണം ചേട്ടൻ്റെ ക്രിസ്മസ് ഫ്രണ്ടിന്, ഒരെണ്ണം എൻ്റെ ക്രിസ്മസ് ഫ്രണ്ടിന്. അപ്പോൾ രണ്ടും നമ്മളിതാ പാക്ക് ചെയ്ത് റെഡിയാക്കി കൊണ്ടുപോകണം. സ്കൂളിൽ ചെന്നിട്ട് പറ്റുന്ന പോലെയൊക്കെ വീഡിയോ എടുക്കാം. സമയമായി, ഞങ്ങൾക്ക് ഇറങ്ങേണ്ട ടൈം ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വേഗത്തിൽ തന്നെ ഇറങ്ങാണ്. അപ്പോൾ ഇന്നത്തെ എല്ലാ ക്രിസ്മസ് സെലിബ്രേഷൻ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ കാണാം. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ പാരന്റ്സ് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ ക്രിസ്മസ് സെലിബ്രേഷൻ ആയിട്ട് ഇതാ സ്റ്റേജിന്റെ ഫ്രണ്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ സ്റ്റേജ് ഒക്കെ ഇതാ ഈ രീതിയിലാട്ടോ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നല്ല ഭംഗിയുണ്ടായിരുന്നു. ബലൂണൊക്കെ നല്ലപോലെ ഒരുപാട് വെച്ചിട്ടുണ്ട്. അതുപോലെ ക്രിസ്മസ് ഗിഫ്റ്റുകളും വെച്ചിട്ടുണ്ട്. ടീച്ചേഴ്സ് എല്ലാവരും അവരവരുടെ ക്രിസ്മസ് ഫ്രണ്ടിനുള്ള ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് ഇതാ സ്റ്റേജിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഇത് ഞങ്ങൾക്ക് എല്ലാ വർഷവും അച്ഛൻ സ്കൂളിൽ നിന്ന് വരുന്ന ക്രിസ്മസ് കേക്ക് ആട്ടോ. അപ്പൊ അത് ഇവിടെ ഇങ്ങനെ ഒരു സാറ് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഇവിടെ ഞങ്ങൾക്ക് കൊച്ചു കൊച്ചു ഗിഫ്റ്റ്സുകൾ അച്ഛൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് നമ്പർ അനുസരിച്ചാട്ടോ, നമുക്ക് ലോട്ടിട്ട് എടുക്കുന്ന ആ നമ്പർ അനുസരിച്ചാണ് ഇത് ഇവിടെ വെച്ചിരിക്കുന്ന ഗിഫ്റ്റുകൾ നമുക്ക് എടുത്തു തരാം. അപ്പൊ ലോട്ടെടുക്കലൊക്കെ ഉണ്ടാവും. പാരന്റ്സ് മീറ്റിംഗ് കഴിഞ്ഞ് ടീച്ചേഴ്സ് എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് കുറച്ച് സമയം പിടിക്കും എല്ലാവരും ഒന്ന് എത്താനായിട്ട് സ്റ്റേജിന്റെ ഫ്രണ്ടിലേക്ക്. അപ്പൊ ഇവിടെ കസേരകളൊക്കെ ഇട്ട് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ടീച്ചേഴ്സിന് എല്ലാവർക്കും ഇരിക്കാനായിട്ട്. അപ്പൊ എല്ലാവരും ഇതാ അവരുടെ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. ഹായ്, ഹലോ. അച്ഛൻ അവിടെ ഇതാ, പ്രിൻസിപ്പാൾ അച്ഛൻ ഒരുപാട് ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ അവിടെ വെച്ചിട്ടുണ്ട് ടീച്ചേഴ്സിന് കൊടുക്കാനായിട്ട്. ഇതാ ഇവിടെ കൊച്ചു കൊച്ചു ഗിഫ്റ്റുകളുണ്ട് കുറേ. ഞാൻ സ്റ്റെപ്പ് കയറി ഞങ്ങളെ കാണിച്ചു തരാം. ഇവിടെ ദാ മെയിൻ ഗിഫ്റ്റ് ഇതാ ഇവിടെ ഇരിക്കുന്നു. ഇത് കണ്ടിട്ട് തോന്നുന്നത് കേക്കാണെന്ന് തോന്നുന്നത്. എന്തായാലും കിട്ടിക്കഴിഞ്ഞിട്ട് അൺബോക്സ് ചെയ്തിട്ട് പറയാം. ടീച്ചേഴ്സ് എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. എല്ലാവരും അവരവരുടെ ഫ്രണ്ടിനുള്ള ഗിഫ്റ്റും കൊണ്ട് ഇതാ വരുന്നു. എല്ലാവരും അവിടെയും കുറച്ച് പേര് ഇതാ വന്നിരിപ്പുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ചെറിയ ചെറിയ ഗിഫ്റ്റുകളെല്ലാം ഇവിടെ മുകളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാത്തിനും ഓരോ നമ്പറുകളുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വന്ന് ഗിഫ്റ്റ് എടുക്കണം. ഞാൻ എൻ്റെ ഗിഫ്റ്റൊക്കെ ഞാൻ ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ വെച്ചിരിക്കുക കേട്ടോ. ഇപ്പൊ ഇവിടെ നമുക്ക് സ്റ്റേജിന്റെ ഫ്രണ്ടിലേക്ക് എത്തിയിരിക്കുന്ന ടീച്ചേഴ്സിനെ ഒന്ന് ജസ്റ്റ് കാണാം. പിന്നെ ഇതാ ക്രിസ്മസ് തൊപ്പിയൊക്കെ സൗമ്യ ടീച്ചർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കുള്ള ക്രിസ്മസ് തൊപ്പി. അപ്പൊ എനിക്കുള്ളതൊക്കെ കിട്ടിയിട്ടോ. അതുപോലെ ഇതാ ബാക്കി മറ്റുള്ള ടീച്ചേഴ്സിന് എല്ലാവർക്കും ഇതാ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. Merry Christmas. Happy Christmas. Merry Christmas. Happy Christmas. Merry Christmas. Happy Christmas. सबको Happy Christmas. Happy Christmas. Happy Christmas. ഇവിടെ ഈ സൈഡിൽ നമ്മുടെ സാറുമാരെല്ലാവരും ഇരിക്കുന്നുണ്ട്. കുറച്ചു പേര് വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഇന്ന് എല്ലാ വർഷത്തെ മാതിരിയല്ല, ഭയങ്കര ഒരു ചൂടൊക്കെ ആയിരുന്നു. ചൂടും വെയിലും ഒക്കെ ആയിരുന്നു ഉച്ചയായ സമയത്ത്. എല്ലാ വർഷങ്ങളിലൊക്കെ ഇങ്ങനത്തെയൊക്കെ സമയത്ത് നല്ല തണുപ്പുണ്ടാവാറ്. പക്ഷെ ഈ വർഷം അങ്ങനെ അധികം തണുപ്പ് ഫീൽ ചെയ്തിട്ടില്ല. ഇന്ന് വരെ നല്ല ചൂടായിരുന്നു ഇന്നത്തെ ദിവസം ഫീൽ ചെയ്തത്. രാവിലെയൊക്കെ തണുപ്പുണ്ടായിരുന്നെങ്കിലും ഉച്ചയായപ്പോഴേക്കൊക്കെ നല്ല ചൂടായിട്ടോ. അപ്പൊ അങ്ങനെ നമ്മുടെ ആ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് സമയം ഇനി പ്രോഗ്രാം കാണാം. So once again we have gathered here to celebrate the joy of Christmas, and we know that Christmas is a time of happiness and joy, and it is also a feast of togetherness. All over the world people gather together. If the family members are working outside, they come to the family and enjoy the happiness that Christmas gives. So
as a school family, today we are gathering here to celebrate. പ്രിൻസിപ്പാൾ വെച്ച് ഞങ്ങൾ എല്ലാവരും ക്രിസ്മസ് ഒക്കെ വിഷ് ചെയ്തു കേട്ടോ. അപ്പൊ അതിന് ശേഷം ഇതാ കേക്ക് കട്ടിംഗ് ആണ്. ഇന്നത്തെ ആദ്യത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് കേക്ക് കട്ടിംഗ് ആണ്. അപ്പൊ കേക്ക് കട്ടിങ്ങിനായിട്ട് ഇതാ കുറച്ച് ടീച്ചേഴ്സും അച്ഛനും കുറച്ച് സാറുമാരും എല്ലാവരും കൂടെ ഇതാ ഒരുമിച്ച് നിന്ന് കേക്ക് കട്ട് ചെയ്യണം കേട്ടോ. കേക്ക് കട്ടിങ്ങിന് ശേഷം ടീച്ചേഴ്സ് എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ക്രിസ്മസ് വിഷ് ചെയ്യുന്ന പാട്ടൊക്കെ പാടി കേട്ടോ. We wish you a Merry Christmas and a Happy New Year. ഇനിതാ നമ്മുടെ 2 ടീച്ചേഴ്സ് ഇവിടെ ഒരുമിച്ച് നിന്ന് പാട്ട് പാടുന്നുണ്ട് കേട്ടോ. അപ്പൊ അവര് കരോക്കിയൊക്കെ വെച്ചാണ് പാടുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പാട്ട് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഞാൻ വേറെ മ്യൂസിക് ആട്ടോ ഇവിടെ കൊടുക്കുന്നത്. പിന്നെ ഇതാ അടുത്തൊരു ഗ്രൂപ്പ് സോങ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അവരും ക്രിസ്മസ് വിഷ് ചെയ്യുന്ന, ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ വിഷ് ചെയ്യുന്ന പാട്ടൊക്കെ ആയിട്ട് കേട്ടോ അവരും വന്നിരിക്കുന്നത്. Now they will have a small Christmas gift from a school arranged by sisters and teachers. You will be getting a lucky draw and you can pick up one each from the bowl, and after that, according to the number, you can collect your gift. അടുത്തത് ലക്കി ഡ്രോയുടെ ടൈം ആട്ടോ. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ നമ്പർ കിട്ടുന്നുണ്ട്. നമ്മൾ എടുക്കുന്ന നമ്പറിനനുസരിച്ച് ഉള്ള ഗിഫ്റ്റാണ് നമുക്ക് തരുന്നത്. അപ്പൊ എല്ലാവരും ഒരാൾക്കുള്ള നമ്പർ എടുത്തുകൊണ്ടിരിക്കണം. ഇവിടെ സാറുമാരെല്ലാവരും അവരാർക്കുള്ള നമ്പർ എടുത്ത് അവർ ബോക്സ് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ എന്റെ ടേണും എത്തിയിട്ടോ, നമ്പർ എടുക്കേണ്ട ടേൺ. അപ്പൊ എനിക്ക് ഏത് നമ്പർ കിട്ടണേന്ന് നമുക്ക് തുറന്ന് നോക്കാം. 96. അങ്ങനെ എല്ലാ ടീച്ചേഴ്സിനും നമ്പർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഇനി അവർക്ക് കിട്ടാൻ പോകുന്ന ഗിഫ്റ്റ് എന്താണെന്ന് അറിയാനായിട്ട്. അപ്പോഴേക്കും അച്ഛനോട് നമ്പർ വിളിക്കുന്നുണ്ട്. അപ്പൊ നമ്പറിനനുസരിച്ച് ഓരോരുത്തരായിട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. 1 to 10, 11 to 20 അങ്ങനെ അച്ഛൻ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഗിഫ്റ്റ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. Number 2, 3, 4, 5 up to 10, please come. 1. Two. 6. 'ടീച്ചേഴ്സ് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഈ ലക്കി ഡ്രോ എടുക്കുന്ന സമയത്ത്, അതുപോലെ അതിന്റെ ആ ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതിപ്പോ ഒരു മിഠായി ആണെങ്കിലും ഒരു പെൻസിൽ ആണെങ്കിലും നമുക്ക് ഇങ്ങനെ ക്രിസ്മസിന്റെ അന്ന് ഒരു ഗിഫ്റ്റ് കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമല്ലേ. അപ്പൊ എല്ലാവരും അവർക്ക് കിട്ടുന്ന ഗിഫ്റ്റുമായിട്ട് വളരെ സന്തോഷമായിട്ട് വാങ്ങിച്ച് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ എന്റെ ടേണും ഓവറായിട്ടുണ്ട്. എന്റെ നമ്പർ 96 ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ 90 to 100 കോൾ എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ 96 കിട്ടിയതുകൊണ്ട് ഞാൻ ലൈനിൽ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഞങ്ങളുടെ മാനേജർ അച്ഛൻ എത്തിയിട്ടുണ്ട് ഗിഫ്റ്റ് ടീച്ചേഴ്സിന് കൊടുക്കാനായിട്ട്. അപ്പൊ അങ്ങനെ എനിക്കിതാ മാനേജർ അച്ഛൻ ഗിഫ്റ്റ് തന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ എനിക്ക് കിട്ടിയ ഗിഫ്റ്റും ഞാനും വളരെ സന്തോഷത്തോടെ വാങ്ങിച്ച് ഞാനും സീറ്റിലേക്ക് പോരാണ്. ഞങ്ങളുടെ കുറെ ഫ്രണ്ട്സ് ഒക്കെ ഓൾറെഡി അവിടെ സീറ്റിൽ വന്നിരുന്നപ്പോ തന്നെ അൺബോക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അവരുടെ ഗിഫ്റ്റ്. ഞാൻ എന്തായാലും വീട്ടിൽ ചെന്നിട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നു. See this one. After reaching home, I will unbox it. Okay. അപ്പൊ അങ്ങനെ എല്ലാ ടീച്ചേഴ്സും വിളിക്കുന്ന നമ്പർ അനുസരിച്ച് ലൈനായിട്ട് പോയി ഗിഫ്റ്റുകൾ വാങ്ങിച്ച് സീറ്റിലേക്ക് തന്നെ തിരിച്ചു വരണം കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് അച്ഛൻ എല്ലാവർക്കും ക്രിസ്മസ് കേക്ക് ഒക്കെ തരുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ വീഡിയോയും കാണാം. 40 to 50, please come. 40 to 50. അപ്പൊ അങ്ങനെ ലക്കി ഡ്രോ എന്ന് പറയുന്ന ആ ഒരു പരിപാടി അവസാനിച്ചു കേട്ടോ. അപ്പൊ അങ്ങനത്തെ ആ ഗിഫ്റ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞു. പിന്നെ ടീച്ചേഴ്സിൽ നിന്ന് തന്നെ 3-5 പേർക്ക് ബമ്പർ പ്രൈസിന്റെ ഒരു ഡ്രോയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്പർ കിട്ടിയവർക്ക്
3-5 പേർക്ക് ഇതാ ബമ്പർ പ്രൈസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഈ ടീച്ചേഴ്സൊക്കെ വാങ്ങിച്ച് പോരുന്നത്. ഇപ്പോൾ ഇതാ കേക്ക് ഡിസ്ട്രിബ്യൂഷൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ ഞങ്ങളുടെ പ്രിൻസിപ്പാൾ അച്ഛനും ഒരു സൈഡിൽ ഞങ്ങളുടെ മാനേജർ അച്ഛനുമാണ് നിന്ന് കേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്കൂളിൽ എല്ലാവർക്കും കേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ടീച്ചേഴ്സിനും അതുപോലെ നോൺ ടീച്ചിങ് സ്റ്റാഫിനും എല്ലാവർക്കും ഇതാ കേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കേക്ക് ഡിസ്ട്രിബ്യൂഷനൊക്കെ കഴിയുമ്പോൾ പിന്നെ ഞങ്ങളുടെ ക്രിസ്മസ് ഫ്രണ്ടിനായിട്ട് വീട്ടിൽ നിന്ന് എല്ലാവരും ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വന്നായിരുന്നത്. അപ്പോൾ ആ ഗിഫ്റ്റ് എക്സ്ചേഞ്ചിങ്ങിൻ്റെ ടൈമാണ്. അപ്പോൾ അച്ഛൻ പേരുകൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഓരോ ടീച്ചേഴ്സും ചെന്ന് അവരുടെ ക്രിസ്മസ് ഫ്രണ്ടിനുള്ള ഗിഫ്റ്റ് കൊടുക്കണം. അതുപോലെ വരുന്നവരും അവരുടെ ക്രിസ്മസ് ഫ്രണ്ടിനുള്ള ഗിഫ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് കേട്ടോ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന അടുത്ത പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ടീച്ചേഴ്സും പരസ്പരം ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ പ്രിൻസിപ്പാൾ അച്ഛൻ്റെ പേരും അതുപോലെ തന്നെ മാനേജർ അച്ഛൻ്റെ പേരും ഒക്കെ ഉണ്ടായിരുന്നു ഈ ഗ്രൂപ്പിൽ. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ ടീച്ചർക്കാണ് പ്രിൻസിപ്പാൾ അച്ഛൻ്റെ പേര് കിട്ടിയിരുന്നത്. അപ്പോൾ ടീച്ചർ പ്രിൻസിപ്പാൾ അച്ഛനുള്ള ഗിഫ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. അതുപോലെ തന്നെ അച്ഛന് കിട്ടിയിരുന്ന ക്രിസ്മസ് ഫ്രണ്ട് എന്ന് പറയുന്നത് ഈ ടീച്ചറായിരുന്നു. അപ്പോൾ ഈ ടീച്ചർക്ക് അച്ഛൻ ഗിഫ്റ്റ് കൊടുക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ബാക്കി ഞങ്ങൾ ഇരിക്കുന്നവരെല്ലാവരും അച്ഛൻ ഞങ്ങളുടെ പേര് വിളിക്കുന്നത് നോക്കി കാത്തിരിക്കുകയാണ്. നമ്മളെ അച്ഛൻ പേര് വിളിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളുടെ കയ്യിലുള്ള ഗിഫ്റ്റുമായിട്ട് ചെന്നാൽ മതി. അപ്പോൾ അതുവരെ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും എൻ്റെ പേരും വിളിച്ചു കേട്ടോ. ഞാൻ ചെന്നിപ്പിക്കുന്ന എൻ്റെ പേര് കിട്ടിയിരുന്നത് ഈ സാറിനായിരുന്നു. അപ്പോൾ സാറ് എനിക്കുള്ളത് ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഗിഫ്റ്റ് ഇവിടെ ടേബിളുമ്പോൾ വെച്ച് എനിക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റുമായിട്ട് ഞാൻ ചെല്ലാണ്. അപ്പോഴേക്കും ചേട്ടൻ്റെ പേരും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ചേട്ടനും ചേട്ടൻ്റെ കയ്യിലുള്ള ഗിഫ്റ്റായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ടീച്ചർക്കാണ് ചേട്ടൻ്റെ പേര് കിട്ടിയിരുന്നത്. അപ്പോൾ ഈ ടീച്ചർ ചേട്ടനുള്ള ഗിഫ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് കിട്ടിയിരുന്നത് ഈ ടീച്ചറിൻ്റെ പേരാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഗിഫ്റ്റും ചേട്ടൻ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ഗിഫ്റ്റും ടീച്ചർക്ക് കൊടുക്കണം കേട്ടോ. ചേട്ടന് കിട്ടിയിരുന്നത് ഈ ടീച്ചറിന്റെ പേരായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കണം. അതേപോലെ തന്നെ ബാക്കി നമ്മുടെ സ്റ്റാഫ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാ സ്റ്റാഫും ഗിഫ്റ്റ് അവരവരുടെ ഫ്രണ്ട്സിന് കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കൊടുക്കാനുള്ളത് കൊടുക്കുകയും വേണം, നമുക്ക് കിട്ടാനുള്ളത് വാങ്ങിക്കുകയും വേണം. അപ്പോൾ അങ്ങനെ എല്ലാവരും അവിടെ ലൈനായിട്ട് പേര് വിളിക്കുന്നതിനനുസരിച്ച് വന്ന് എക്സ്ചേഞ്ച് ചെയ്യുന്നു. ഇവിടെ ഇത് മാനേജർ അച്ഛന് കിട്ടിയിരുന്നത് ഈ ടീച്ചറുടെ പേരാണ്. അപ്പോൾ ടീച്ചർക്കുള്ള ഗിഫ്റ്റ് മാനേജർ അച്ഛൻ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് അവിടെ കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും ക്രിസ്മസ് കേക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും വർത്താനൊക്കെ പറഞ്ഞിരുന്ന് കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. അങ്ങനെ കേക്ക് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഇന്നത്തെ സ്കൂളിലെ ക്രിസ്മസ് സെലിബ്രേഷൻ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി സ്കൂൾ ഞങ്ങൾക്ക് ജനുവരി 2-ാം തീയതി തുറക്കുള്ളൂ. അപ്പോൾ അതുവരെ ക്രിസ്മസ് ഹോളിഡേയ്സ് ആണ്. അപ്പോൾ ഹോളിഡേയ്സിനായിട്ട് സ്കൂൾ അടയ്ക്കുകയാണ്. ടീച്ചേഴ്സ് എല്ലാവരും അവരവരുടെ ഗിഫ്റ്റൊക്കെ ആയിട്ട് വളരെ ഹാപ്പി ആയിട്ട് എല്ലാവരും തിരിക്കണം കേട്ടോ. വീടുകളിലേക്ക് എല്ലാവരും പോകണം. അപ്പോൾ ഞങ്ങളിങ്ങനെ പോകുന്നതിന് മുൻപായിട്ട് അച്ഛനും പ്രിൻസിപ്പാൾ അച്ഛനും മാനേജേഴ്സിനും ഒക്കെ ആയിട്ട് ഒരുമിച്ച് നിന്ന് ഒരു ഫോട്ടോ എടുക്കുന്ന കേട്ടോ. കുറച്ച് സ്റ്റാഫ് ഇങ്ങനെ വന്ന് നിന്ന് ഫോട്ടോ എടുക്കുന്നതാണ്. കുറച്ച് പേരെടുത്ത് കുറച്ച് പേര് വീട്ടിലേക്ക് പോയി കഴിഞ്ഞു. നേരത്തെയൊക്കെ പോകേണ്ടവർ. അങ്ങനെ ഞങ്ങളും ഫോട്ടോ എടുത്തുട്ടോ. ഫോട്ടോ ഒക്കെ എടുക്കൽ കഴിഞ്ഞ് ഞങ്ങളും വീട്ടിലേക്ക് പോരാണ്. 23-ാം തീയതി ഞാൻ എടുത്തിരിക്കുന്ന വീഡിയോ ആയിരുന്നു കേട്ടത്. അപ്പോൾ ഇന്ന് 26-ാം തീയതിയാണ് നിങ്ങളുടെ അടുത്തേക്ക് ഈ വീഡിയോ എത്തുന്നതെന്ന് അറിയാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. ക്രിസ്മസിന്റെ തിരക്കൊക്കെ ആയതുകൊണ്ട് ലേറ്റ് ആയതാണ്. Bye. Merry Christmas. Bye. Merry Christmas.
അപ്പോൾ അങ്ങനെ ഞങ്ങൾ സ്കൂളിലെ ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് ഇതാ വീട്ടിലേക്ക് എത്തിയിട്ടോ. ചേട്ടൻ വന്നിരിക്കും മടുത്തു, ചേട്ടൻ മടുത്ത് എവിടെ ഇരിക്കുന്നത്. ഇതാ ഇതൊക്കെയുണ്ട് ഞങ്ങളുടെ ഗിഫ്റ്റുകൾ. അപ്പോൾ ഇതെല്ലാം അൺബോക്സ് ചെയ്ത് നിങ്ങളെ കാണിക്കാം. ഇതെല്ലാം നിങ്ങളെ അൺബോക്സ് ചെയ്ത് കാണിക്കാൻ ഓരോന്നോരോന്നായിട്ട്. ഇത് എനിക്ക് കിട്ടിയ ഗിഫ്റ്റ്, ഇത് ചേട്ടന് കിട്ടിയ ഗിഫ്റ്റ്, പിന്നെ ഇത് സ്കൂളിൽ നിന്നുള്ള സർപ്രൈസ് ഗിഫ്റ്റ്, അച്ഛൻ്റെ വക സർപ്രൈസ് ഗിഫ്റ്റ്. ഈ സെയിം തന്നെയാണ് ചേട്ടനും കിട്ടിയത്. പക്ഷെ എല്ലാവരുടെയും ഒത്തിരി പേരുടെ ഡിഫറെൻ്റ് ആയിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് എങ്ങനെയാണ് സെയിം കിട്ടിയിരുന്നത്. പിന്നെ ഇത് സ്കൂളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന കേക്കാണെന്ന് തോന്നുന്നു. എല്ലാം അൺബോക്സ് ചെയ്തിട്ട് തന്നെ പറയാം. അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ചേട്ടൻ്റെ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാം. ഞാൻ എൻ്റെ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാം. നല്ല പാക്കിംഗ് ഒക്കെ ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. കെറ്റിലാട്ടോ, ചേട്ടന് നല്ല ഇലക്ട്രിക് കെറ്റില് കിട്ടിയേക്കുന്നത്. അത് രസം. ഞാൻ ആർക്കാണോ കൊടുക്കണ്ടേ, ഏത് ടീച്ചറിനാണോ കൊടുക്കണ്ടേ, ആ ടീച്ചറിന് കിട്ടിയായിരുന്നത് ചേട്ടന് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ ടീച്ചറിന് ഗിഫ്റ്റ് കൊടുത്തു, ആ ടീച്ചർ കൊണ്ട് ചേട്ടന് ഗിഫ്റ്റ് കൊടുത്തു. വേറെ ഗിഫ്റ്റ്, ആ ടീച്ചർ വേറെ ഗിഫ്റ്റ് വാങ്ങിക്കൊണ്ട് വന്നിരുന്നു. അപ്പൊ ആ ചേട്ടന്റെ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്തു. അടിപൊളി, സൂപ്പർ. വാട്ടർ കെറ്റിൽ, ഇലക്ട്രിക് കെറ്റിൽ, വെള്ളം ചൂടാക്കാൻ വിന്ററിൽ കുടിക്കാൻ. അടിപൊളിയായിട്ട്. ഞാൻ എന്റെ ഗിഫ്റ്റ് തുറക്കട്ടെ. എന്റെ ഗിഫ്റ്റ് എനിക്ക് കണ്ടപ്പോ തന്നെ മനസ്സിലായി. നിങ്ങൾക്ക് ഊഹിക്കാം. ഇതുണ്ട് എന്റെ ഗിഫ്റ്റ്. ബെഡ്ഷീറ്റ്, ഡബിൾ ബെഡ്ഷീറ്റ്. തുറക്കാം, എന്തായാലും തുറക്കാം. കത്രിക എടുക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ കത്രികയൊക്കെ എടുത്ത് വന്നേപ്പിക്കാൻ ചേട്ടൻ തുറന്നു കഴിഞ്ഞതാ. അപ്പം ഇതാണ് എൻ്റെ ക്രിസ്മസ് ഗിഫ്റ്റ്, എനിക്ക് കിട്ടിയിരിക്കുന്ന ക്രിസ്മസ് ഗിഫ്റ്റ്. ഡബിൾ ബെഡ്ഷീറ്റ്. ഇതാട്ടോ, ഒരു ഡബിൾ ബെഡ്ഷീറ്റ്. ഇതാണ് എൻ്റെ ക്രിസ്മസ് ഗിഫ്റ്റ്. ഇതാണ്. ഇനി നമുക്ക് ബാക്കി ഐറ്റംസ് അൺബോക്സ് ചെയ്യാം. എനിക്ക് കിട്ടിയ ചെറിയ ഒരു ഗിഫ്റ്റാണ്. സ്കൂളിൽ എല്ലാ ടീച്ചേഴ്സിനും വേണ്ടി ഞാൻ പൊതിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. നോട്ട് നമ്പർ ഞാൻ കാണിച്ചില്ലായിരുന്നു, വീഡിയോയിലുണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടിയിരിക്കുന്ന നമ്പർ വെച്ച് നമുക്ക് കിട്ടിയിരിക്കുന്ന എൻ്റെ 96 ആയിരുന്നു. ചേട്ടൻ്റെ 105. ഓക്കെ, എൻ്റെ 96. 156 എന്തായാലും രണ്ടും സെയിം ആണെന്ന് എനിക്ക് തോന്നണേ. അടിപൊളി, സൂപ്പർ. ഞങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്നത് ഇതാട്ടോ, പിയേഴ്സ്. കറക്റ്റ് അത് തന്നെ. ഒരു മിഠായി, ക്രിസ്മസ് മിഠായി. എനിക്ക് സെയിം തന്നെ, രക്ഷപ്പെട്ടു. ഞങ്ങൾ സ്ഥിരം ഉപയോഗിക്കുന്ന സോപ്പാണത്. അതിൻ്റെ കൂടെ 4-in-1 ഇതോട്ടോ കിട്ടിയേക്കണതാ. 1 2 3 4 4-in-1. അടിപൊളി. അപ്പൊ 4-8 സോപ്പ്. കുറച്ച് നാളത്തേക്ക് എനിക്ക് സോപ്പൊന്നും വാങ്ങണ്ട. അപ്പൊ അതങ്ങനെയായി. ഇനി നമുക്ക് അടുത്ത ഗിഫ്റ്റ്. ഇത് അച്ഛൻ്റെ വക ഗിഫ്റ്റ് കേട്ടോ. അപ്പൊ അച്ഛന് താങ്ക് യു. പോലെ എൻ്റെ ക്രിസ്മസ് ഫ്രണ്ടിന് താങ്ക് യു, ചേട്ടൻ്റെ ക്രിസ്മസ് ഫ്രണ്ടിന് താങ്ക് യു. ഇനി എന്താണ്, ഇനി ഇതാ സ്കൂളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഗിഫ്റ്റ്, അച്ഛൻ തന്നിരിക്കുന്ന ഗിഫ്റ്റ് കേട്ടോ. കേക്കാവാനാണ് വഴി. കാരണം എല്ലാ വർഷവും ഞങ്ങൾക്ക് ഇങ്ങനെ കേക്ക് കിട്ടാറുണ്ട് സ്റ്റാഫിൽ എല്ലാവർക്കും. ക്രിസ്മസ് കേക്ക് ആയിരിക്കും. ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് കേക്ക് കേട്ടോ. കേട്ടോ, ക്രിസ്മസ് കേക്ക്. ഇന്ന് ഇങ്ങനെ ഞങ്ങൾക്ക് വൈകുന്നേരം കരോൾ സിംഗിങ്. അപ്പൊ അതിനൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് പോകണം. 7 മണിയാകുമ്പോൾ കരോൾ തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്രിസ്മസ് പപ്പയൊക്കെ ആയിട്ട് നമ്മൾ വരുന്നത് വൈകുന്നേരമാണ്. പിന്നെ ഒരുപാട് ജോലികൾ ബാക്കിയുണ്ട്. ഇപ്പൊ തന്നെ നമുക്ക് സമയം കാണാമല്ലോ, 3 മണിയായി. പിന്നെ ഇതാ നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത്, ഇത് ഞങ്ങൾ വീട്ടിലേക്കും അതുപോലെ സ്കൂളിൽ നിന്ന് സ്റ്റുഡൻസൊക്കെ വരും ഞങ്ങളെ ക്രിസ്മസിൻ്റെ അന്ന് വിഷ് ചെയ്യാനൊക്കെ. പിന്നെ ഞങ്ങൾക്ക് കേക്ക് കൊടുക്കാനുണ്ട് പല സ്ഥലത്തേക്കും. അപ്പോൾ ഇതേ ഇങ്ങനെ കേക്ക് ഓർഡർ കേക്കിന് ഓർഡർ കൊടുത്തേക്കുന്ന കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ക്രിസ്മസ് കേക്കും എല്ലാം എത്തി. ക്രിസ്മസ് കേക്കിൻ്റെ ടൈമായി. ക്രിസ്മസ് കേക്കൊക്കെ എത്തി. കേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും വീട്ടിൽ കട്ട് ചെയ്യാനും സ്റ്റുഡൻസ് ഒക്കെ വരുമ്പോൾ കൊടുക്കാനും അങ്ങനെയൊക്കെയുള്ളതാണ്. ഞങ്ങൾ വളരെ ബിസിയാണ് ഈ ദിവസങ്ങളിൽ. പറ്റുന്ന പോലെയൊക്കെ നമുക്ക് വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ വിശേഷങ്ങൾ. സ്കൂളിലെ പ്രോഗ്രാം എല്ലാം വളരെ നല്ല പ്രോഗ്രാമായിരുന്നു, അടിപൊളിയായിരുന്നു, എല്ലാവരും എൻജോയ് ചെയ്തു. പക്ഷേ ഇന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ക്രിസ്മസിന് 23-ാം തീയതി നമ്മൾ വീഡിയോ എടുക്കുന്നത്.
ഇന്നത്തെ ദിവസമൊക്കെ ഭയങ്കര ചൂടായിരുന്നു. സ്കൂളിൽ ഉച്ചയായ സമയത്ത് ഭയങ്കര ചൂടായിരുന്നു. രാവിലെയൊക്കെ തണുപ്പായിരുന്നു, പക്ഷെ ഉച്ചയ്ക്കൊക്കെ കാലാവസ്ഥയ്ക്ക് തണുപ്പായിട്ടില്ല. ആയിട്ടില്ല. എല്ലാ വർഷവും ഡിസംബറിൽ ഈ സമയത്ത് നല്ല തണുപ്പുകളാണ്, പക്ഷേ ഈ വർഷം തണുപ്പൊന്നും ആയിട്ടില്ല. രാവിലെ മാത്രം ചെറിയ തണുപ്പ്. ഇപ്പൊ നല്ല വെയിലാണ്. ഞാൻ ഈ ജാക്കറ്റ് ഇട്ട് വേർത്ത് പോകും. പക്ഷേ ശരിക്കും ഇങ്ങനെയൊന്നല്ലായിരുന്നു. എപ്പോഴും ഈ സമയമൊക്കെ ആകുമ്പോൾ നല്ല തണുപ്പാവാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നു. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ലോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.